ബാത്റൂമത്തെ പൈപ്പും കൊണ്ടപ്പ പോന്നെ പൊട്ടിച്ചു പോന്നിക്കണ്. ഷെഫീഖിന്ന് കാര്യത്തിലാട്ടങ്ങളൊക്കെ പറഞ്ഞ് ഷെഫീഖ് കാട്ടി കഴിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ട് വന്നിക്കണെന്ന് വിചാരിച്ചാൽ ഇന്ന് നമുക്ക് നിലമ്പൂര് ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ നമ്മള് മൂന്നാളും ഒരേ മാതിരി അറിഞ്ഞ സ്ഥിതിക്ക് ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചാണ്. ഇവിടെ മറ്റേ 199 ഉറുപ്പ്യന്റെ കടയാണ്. 90 മുതല് 199 നല്ല തിരക്കൊക്കെ ഉണ്ട് അവിടെ. 99 ഉറുപ്പ്യന്റെ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സാധനങ്ങളെല്ലാം കാട്ടുന്നത് ഞങ്ങളെല്ലാരും പുതിയതാണ് ആൾക്കാര് ആൾക്കാര് പോണുണ്ട് ഇതാണ് സംഭവം. ഓർമ്മല്ലേ ഷെഫീക്ക് നമ്മള് അരീക്കോടുന്നൊക്കെ വന്ന ടൈമിൽ ഇച്ചു പൂമോക്ക് ബാഗൊക്കെ വാങ്ങി നമ്മള് ഒരുവിധ സ്ഥലത്തൊക്കെ ഇടക്കനൊക്കെ ഉണ്ട്, എല്ലായിടും ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയാൽ നമുക്ക് എന്തൊക്കെ അവിടെ പെരീക്ക് എന്താ വേണ്ടിയേ നോക്കണ്ട. പറ്റുകയാണെങ്കിൽ മറ്റേ ചെറിയ ടോപ്പാളൊക്കെ എടുക്കണം 199 ഒക്കെ ഇറങ്ങിയല്ലേ. അപ്പൊ പോയേക്കല്ലേ 99 രൂപയുടെ മഹാത്ഭുതം ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ കുറച്ച് ദിവസത്തിനുള്ളടി മഞ്ചേരി റോഡ് നിലമ്പൂർ. ഒരു രോഗം തന്നെ ഇവിടെ ഉണ്ട്. എന്റെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടോ ഇല്ലേന്നൊന്നും വെച്ചറിയില്ല. ഷെഫീഖിന്റെ ഫോണ് വേണം കഴിയാന്, അല്ലത് കഴിഞ്ഞിട്ട് വാങ്ങാൻ. ഇന്നലെ മറ്റേ വേറെ പ്രൊമോഷനോ ഫ്രെയിമും കാര്യമൊക്കെ ഇതില്ലോണ്ട് ഇതൊന്ന് കാട്ടി കൊടുത്തൊക്കെ ഇതൊക്കെ ഈ ഫോണിൽ വേണമെന്നേ. എടി കുട്ടികളുടെ ഡ്രസ്സൊക്കെ നോക്കിയടി, ഏല പല കുട്ടികളെ മക്കുള്ള കണ്ണുപോവുക. ഇതൊക്കെ ആകെ പാത്രങ്ങളും എല്ലാം ഉണ്ട്. നല്ല സെറ്റാണ് സംഭവം. കണ്ടിട്ടടി എന്തെടുക്കാന്ന് അറിയില്ലല്ലേ, ഒക്കെ എടുക്കാൻ പോകുന്നതാവും. അടി ചോറുന്നാന് ഈ കാണുന്ന ചെടിച്ചട്ടിയാള് 10 20 എണ്ണത്തിന് 199 ഉറുപ്പ്യ. ഇതിനൊക്കെടാ ലിക്വിഡിന് 199. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ പോയി തൊള്ള കയറി പറഞ്ഞ് കൊയങ്ങിയപ്പോ ഒരു ഐസ്ക്രീം വണ്ടി വന്നിട്ടുള്ളൂ. പൈസ വാങ്ങി തിന്നാണ്. അപ്പൊ സംഭവം ചത്ത് സാധനം നിന്റെ ഉള്ളത്തെ മൊത്തം സാധനങ്ങൾ പറയണ്ടേ. അപ്പൊ ഷെഫീക്ക് അവിടെ ഐസ് വാങ്ങിയോണ്ട് നിക്കാണ്. ഇനി ഒന്നുകൂടി കയറണം കേട്ടോ, കാരണം 1-2 സാധനം അവിടെ കണ്ടുവെച്ചിക്കണ്. അത് വാങ്ങാൻ കയറണം. ഇനി കൊയങ്ങിട്ട് ഇപ്പൊ ഏതായാലും ഇവിടെ ഐസ്ക്രീം വണ്ടി ഓൾക്ക് അറിയാം ഇവിടെ ആൾക്കാരെ ഒന്ന് കൊയങ്ങിന്ന്. അതിനോടാ തോന്നുന്നു ഇവിടെ ഐസ്ക്രീം വണ്ടിക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിപ്പോ വന്നപ്പോ നമ്മൾ വണ്ടി മാറി ഇപ്പൊ ബൈക്കുമായി വന്നത്. കാരണം എന്താ വെച്ചാല് സിനുവിന് ഇപ്പാനെ മരുന്ന് ഇരിക്കണത് വാങ്ങാൻ പെരിന്തൽമണ്ണ അറ്റം പോണം. അപ്പോൾ അത് നിർത്തരുത്, അതെങ്ങനെ മുടക്കരുത് പറഞ്ഞിരിക്കണം. മരുന്ന് കഴിഞ്ഞിരിക്കണം. അപ്പോൾ പോകാനായിട്ട് അപ്പോൾ ആ മരുന്ന് ഒരു ദിവസം വരെ മുടക്കാൻ പറ്റില്ല എന്നിട്ട് ആ മരുന്ന് വാങ്ങാത്തതിൻ്റെ പോകണം. അപ്പോൾ കുഞ്ഞുമാനുണ്ടേന് ചുങ്കത്ര ഏതോ റൂട്ടിനാണ്. ഞങ്ങൾ എന്നിട്ട് വേറെ റൂട്ടിലൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ചോര കഴിഞ്ഞാണ്ട് ഇപ്പോൾ ലാസ്റ്റ് കണ്ടുമുട്ടി. ഞാർന്ന് വണ്ടി എടുത്ത് പോകുന്നതാണ്. ഇപ്പോൾ തറവാട്ടിലാണ്. അപ്പോൾ ചെറിയ വീഡിയോ എടുക്കാണ്ട് ഇപ്പം മണി ഇപ്പം അതിന് മണി വന്നാട്ടോ. പോയപ്പോ വണ്ടിയിലെ കാറിലാ പോയത്. നിങ്ങള് ചോറയൊക്കെ കഴിഞ്ഞോ? വേണമെന്ന കുറച്ച് ചോറ് പൈസെടുക്കാൻ വെച്ച മുരിങ്ങ എന്താണ് പണി? തൊപ്പി ഒരിക്കലാടാ വണ്ടിപ്പോ ബോധപ്പെട്ടാണ് ചുണ്ടിക്കുട്ടിക്ക് കുഞ്ഞിട്ടൊപ്പി. ഇതൊരു മരുന്ന് കഴിഞ്ഞിട്ട് വാങ്ങാന സീന് പോയത്. അമ്മായി ചോറ് ഇറമ്പാൻ പോയിക്കണ. ചക്ക കൂട്ടാനോ? സാമ്പാറുണ്ട്, പരിപ്പും ചാറുണ്ട്. അപ്പൊ ഇത് 2 കറിയൊക്കെ വെച്ച ഒന്നും നിലത്തെ സാമ്പാർ നിർത്തിക്കാറല്ലേ? സാമ്പാർ നിലത്തെ പിന്നെ അമ്മ ചക്കക്കൂട്ടാൻ കാന്താരി അത് മതി. ഉണക്കലും ഒക്കെ അപ്പൊ ചോറുണ്ടിട്ടുണ്ട് പൈച്ചിട്ടിക്കാൻ പറ്റില്ല. ഞമ്മളമ്മായി ഡോക്ടറായി ഇത്ര പെട്ടെന്ന്. ഡോക്ടറാണ് പഠിക്കൊന്നും വേണ്ട. അത് ഏത് സ്കൂളിൽ പോയി പഠിച്ചാ മയ്യേ ഇങ്ങനെ ഒരു പരസ്യത്തിന്റെ ഇതാട്ടോ. അപ്പൊ എനിക്ക് ചോറിന് നല്ല കടലപ്പേരി ഉണ്ട്, ചക്കക്കൂട്ടാനുണ്ട്, മുരിങ്ങയും ചക്കക്കൂരും കറി ഉണ്ട്, ഒരു ഉണക്കമീൻ്റെ പീസ് ഉണ്ട്,
പിന്നെ ചെമ്മീൻ ഉണങ്ങിയ മീൻ ഉണക്കമീനാണ് ഈ പഴിച്ചിട്ട് മാണി ഇത് തിന്ന പാല് വേറെ വന്നിരിക്കും. ചെമ്മീൻ അച്ചാറോ നല്ല ചക്ക കൂട്ടാൻ എല്ലാരും മീൻ കറി. പക്ഷെ മീൻ ഇപ്പൊ കിട്ടാത്തോണ്ടേ നല്ല കാന്താരി മുന്നേക്കണോ നല്ല കാന്താരി ചെമ്മീൻ അച്ചാർ പറയണേ ഏത് സ്കൂളാ പഠിച്ചത് ചെമ്മീന് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഒരു ചോറാണ് എത്തിയെന്ന് ബാ വേഗം തിന്ന വേഗമായി തിന്നതാ. അവള് പെരുന്ന് ചോറ് തിന്ന ഞാൻ അമ്മായി വെളുത്ത് പറഞ്ഞു അങ്ങനേലും പറ്റല്ലേ. അങ്ങനെ ചോറയും കാര്യമൊക്കെ കഴിഞ്ഞ് നിമ്മമാനായിട്ടുള്ള ജസ്റ്റ് ഒരു ഷോർട്ട് എടുക്കാണ്ട് പറഞ്ഞു നേരത്തെ. അപ്പൊ എടുത്തോണ്ട് അമ്മായിന്റെ നെയ്റ്റൊക്കെ എടുത്തു അല്ലേ. എന്താ മീ പൂച്ച ഉമ്മമാക്ക് ഉള്ളിയൊക്കെ തൊളിച്ചാൻ കൊടുത്തിക്കണം. ഒരു മോഡൽ വിളിച്ചിരുന്നു പറമോഡൽ ഇട്ടിക്കണേ ഡ്രസ് മാറ്റട്ടെ ജയിച്ചിട്ടില്ല ആളങ്ങോട്ട് കിട്ടണില്ല. ഇപ്പൊ വരാൻ തുണിയില്ല മേലെ പോയിട്ട് ഇല്ല തിന്നാൻ കൊടുത്തിക്കണം. അവിടെ അമ്മായിന്റെ അടുത്താണ് കേട്ടോ കുട്ടി. കുട്ടീനെ നോക്കാൻ അമ്മായിനെ ഏൽപ്പിച്ചിരിക്കണം. പൊന്നെ എന്റെ അമ്മച്ചി വിളിച്ചിട്ട് പോയിക്കോ. ആ മയല്ല നായകനെത്തി. ജിമ്മ തരും ചായ വാങ്ങി കുടിച്ച അപ്പുറത്താണ് മമ്മാന്റെ വേക്കില്. ഇതേ ഇമ്മ തരുന്നൊരു ടൈമാണ്. ഞാൻ വാങ്ങി കുടിച്ചിട്ട് നല്ല കുഴപ്പമൊന്നുമില്ല. ആകെ ജീവണ്ടെന്ന കൊണ്ട് ഞാൻ കുടിച്ചിട്ടേ അറിയാം. മനസ്സിലായോ? അപ്പൊ ഞാൻ ആകെ ജീവണ്ട് കുഴപ്പമൊന്നുമില്ല കൊണ്ട് ഞാൻ കുടിച്ചിട്ടേ അറിയാം. ചായയിലൊന്നും ഇട്ടിട്ടില്ല. ഓളെ മരോളാള് ശരിയല്ല. അപ്പൊ ഇങ്ങനെ ചായ കുടിച്ചാ വിശ്വാസല്ല. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ മോട്ടൻ ഈ നേരത്താണല്ലോ ചോറ് തിന്നല്ലേ. അപ്പൊ ഇന്ന് കടന്നപ്പോഴാണ് ചോറ് വെച്ച് വരുന്നത്. എപ്പൊ പോയതിന് രാവിലെ തന്നെ മുന്നേ വിളിച്ചാണ് പോകുന്നത്. അനു തന്നീനിയോ? അനു തിന്ന ചോറ്? അനു ഇവിടല്ല. അനു ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് അങ്ങോട്ട് പോയിക്കണേ. ആ പോവാ ആ നടക്ക്. ഞങ്ങള് പോവുകയാണ്. പോക മങ്കിത്തൊപ്പിയുടെ അമ്മായി അവള് പോയി. മങ്കിത്തൊപ്പിട്ടാ 4 മാസല്ലേ 3 മാസം കൂടിയില്ലേ. കുഞ്ഞിശക്കൻ പോകാണ്. ഞങ്ങള് പോകാണ്. മോട്ടർ ചോർന്നാണേ. തൊടു പോയി കുതിരിക്കണം. മമ്മ പോയിട്ടാ വേണ്ടതേ പോലെ കേറുണ്ട്. ആ ഇപ്പളാ പെയ്തേ. അനക്ക് വേറെ സ്ഥലമൊന്നുമില്ല ചോറിനാന്. ഇഷ്ടാലേ തിന്നോ. നല്ല രസമുണ്ട് മഴയൊക്കെ കണ്ട് തിന്നാനില്ലേ. മഴയൊക്കെ കണ്ട് തിന്നാന്. അങ്ങനെ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ എൻ്റെ പെരീക്ക് നിൽക്കുകയാണ് മാറാത്തിട്ട്. കാരണം ഇത് വലുത് ഇന്നലെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു മതസ്കോളം ഡ്രസ്സില്ല. അത് ഡ്രസ്സിട്ട് വന്നാട്ടോ നീച്ചണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാട്ടിയാവും.
നീച്ചിട്ടില്ലമ്മ ദിയാനെ നീച്ച അന്ന് 5:30 ഉള്ളേ ഇനി അപ്പൊ എന്നെ പറ്റിച്ച് കേട്ടോ ഓന്റെ പല്ലേപ്പൊക്കെ കഴിയുമ്പോ മാറ്റി മൂട്ടി ഋതുവിനെ ഇവിടെ വീക്കാം ഇവിടെ വീങ്ങിക്കുണ്ട് നല്ല വേദനയുണ്ട് ഇന്നലെ ഞാന് ഫിദുവിനെ ഇന്നലെ ഞാൻ ചൂടിങ്ങ പിടിപ്പിച്ചു കേട്ടോ അല്ല ചൂട് പിടിപ്പിച്ച ചൂടുവെള്ളം കുളിപ്പിക്കാൻ കൊടുത്തു പല്ലുവേന്റെ ആണോ ഞാൻ മറ്റേതാണോ അറിയില്ലല്ലോ അപ്പൊ ഇവിടെ വീങ്ങിക്കാണ് ഇന്ന് നല്ല കട്ടിയില് നിക്കുന്നുണ്ട് കുറച്ച് വേനെടുക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്താപ്പോ ബാത്റൂമിൽ വന്നപ്പോ എന്താ ബാത്റൂമത്തെ പൈപ്പും കൊണ്ടപ്പോ പോന്നെ പൊട്ടിച്ചു പോന്നിക്കണ് ആലോചിച്ചു ഞാനല്ല അപ്പൊ തെളിവേറ്റ് വന്നിക്കണില്ലമ്മ എപ്പോ ബാത്റൂമിൽ പോയാലും ബാത്റൂമിന്റെ എന്തേലും നാസാക്കിട്ട് എപ്പോ വരുള്ളൂ അത് ചേലായി പോയി ആദ്യൊക്കെ വീണ് ഇപ്പൊ ബാത്റൂമിന്റെ ക്ലോസറ്റിന്റെ ആ മൂടി എല്ലാം പൊട്ടിച്ചിരുന്നു ഇതങ്ങനെ പോന്നാണ് എന്നിട്ട് എപ്പോഴും ഉമ്മ ഒരു കയറൊക്കെ കെട്ടി അഡ്ജസ്റ്റ്മെന്റിലാണ് അവൾ ബാത്റൂമിൽ പുറത്ത് നിക്കണത് ഞങ്ങള് പോവാ നേരം വെക്കും മദ്രസ എന്തിപ്പാ മറ്റോന് വെച്ചേ മറ്റോന് ഈ താടിന്റെ അവിടെ വീങ്ങിക്കണ് താട വീക്കം എന്താ അറിയില്ല ബാ സൈക്കിൾ ഉണ്ടാവും അവിടെ സൈക്കിളിട്ട് പോരോണ്ടി 8:30 ഇപ്പാനായിട്ട് പോവാ നാളെ നാളെ പോയിട്ടമ്മ പോയി ഇതുവോ പട്ടിയാള് നിറച്ചുണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ട് പട്ടിയാള് ശരിക്കും നോക്കി വരണം കേട്ടോ അപ്പൊ ഞങ്ങള് പോട്ടെ കേട്ടോ നേരം കുറേ